ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിച്ചാർഡ് റൈറ്റ് എഴുതിയ 12 മില്യൺ ബ്ലാക്ക് വോയിസസ് എന്ന ഫോട്ടോഗ്രാഫിക് എസ്സേയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. 12 മില്യൺ ബ്ലാക്ക് വോയിസസ്. റിച്ചാർഡ് റൈറ്റ് ഈ കൃതി എഴുതിയത് അമേരിക്കയിലെ കറുത്ത ജനത അനുഭവിച്ച അടിമത്വം, ദാരിദ്ര്യം, വിവേചനം, പീഡനം, അവരുടെ അതിജീവനം എന്നിവ ശക്തമായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കറുത്ത അമേരിക്കൻ ജനതയുടെ സാമൂഹിക ചരിത്രപരമായ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയും വെള്ളക്കാരുടെ ആധിപത്യ സംവിധാനത്തിനെതിരെ പ്രതിഷേധ ശബ്ദവുമായി നിലകൊള്ളുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫോട്ടോഗ്രാഫിക് എസ്സേ എഴുതാനുള്ള ലക്ഷ്യം. ഇതൊരു വ്യക്തിയുടെ കഥയല്ല, മറിച്ചൊരു സമൂഹത്തിൻ്റെ കൂട്ടായിട്ടുള്ള ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്തേക്കുന്നത് 1941 12 മില്യൺ ബ്ലാക്ക് വോയിസസ് ഒരു ഫോട്ടോഗ്രാഫിക് എസ്സേ ആണ്, അല്ലെങ്കിൽ ഫോട്ടോ എസ്സേ ആണ്. ഫോട്ടോഗ്രാഫിക് എസ്സേ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളുടെയൊക്കെ സഹായത്തോടെ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഫോട്ടോ എസ്സേ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് എസ്സേ എന്നൊക്കെ പറയുന്നത്. ഈ പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. റിച്ചാർഡ് റൈറ്റ് ഇത് എഴുതിയിരിക്കുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ ഫാം സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനിൽ നിന്നെടുത്ത യഥാർത്ഥ ചിത്രത്തോടൊപ്പം ശക്തമായ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി നമുക്ക് എസ്സേയുടെ സമ്മറി നോക്കാം. ഞാനിവിടെ പാരഗ്രാഫ് വൈസ് ആയിട്ടാണ് സമ്മറി പറയുന്നത്. എസ്സേ വായിക്കുന്നില്ല, കാരണം നമ്മളിത് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം വീഡിയോ കുറേ ലെങ്ത് ആയിപ്പോവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പാരഗ്രാഫ് വായിക്കുക, അതിനുശേഷം ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് കേട്ട് നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ദ വേർഡ് ബ്ലാക്ക് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് എന്നത് ഒരു പേരല്ല, മറിച്ച് എന്താണ്, അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരെ നിയന്ത്രിക്കാനും വേർതിരിക്കാനും വേണ്ടി അവിടുത്തെ സമൂഹവും നിയമവും ചേർന്ന് അവർക്ക് മേൽ ചാർത്തി കൊടുത്തിട്ടുള്ള ഒരു അടയാളമാണ് ബ്ലാക്ക് എന്നത്. അല്ല, ഒരു സമൂഹത്തെ പറയുന്നതാണ് ബ്ലാക്ക് എന്നത്, അല്ലാതെ അതൊരു പേരല്ല. അവർക്ക് ചാർത്തി കൊടുത്ത ഒരു അടയാളമാണ് ബ്ലാക്ക്. ബ്ലാക്ക് പീപ്പിളിൻ്റെ മുകളിൽ ചാർത്തി കൊടുത്തിട്ടുള്ള ബ്ലാക്ക് എന്ന അടയാളം അവരുടെ ജീവിതം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടാണുള്ളത്, അല്ലെ, നിയന്ത്രണപ്പെട്ടിട്ടാണുള്ളത്. ഈ നിയന്ത്രണം ഇവരെ മാത്രമല്ല, ഇവരുടെ മക്കളെയും വരാനിരിക്കുന്ന തലമുറയെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഈ ഡിസ്ക്രിമിനേഷൻ ആളുകളുടെ മനസ്സിൽ മാത്രമല്ല ഉള്ളത്, വർഷങ്ങളായിട്ട് അവർ തുടർന്ന് വരുന്ന ട്രഡീഷൻസിലും ലോസിൽ നിയമത്തിലും ഒക്കെ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഏത് ഡിസ്ക്രിമിനേഷൻ? ഈ ബ്ലാക്ക്, അല്ലേ, കറുത്ത വർഗ്ഗക്കാരെന്നുള്ള ഡിസ്ക്രിമിനേഷൻ. ഈ ബ്ലാക്ക് എന്ന അടയാളം അവരെങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ബ്ലാക്ക് പീപ്പിൾ എവിടെ വരെ അവരൊരു സ്വപ്നം കാണണം എന്നുവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? വൈറ്റ് പീപ്പിളാണ്. ഈ ഒരു പ്രശ്നം ഒരു തലമുറയിൽ തുടങ്ങി തലമുറകളോളം തുടരുന്ന ഒരു അന്യായമായിട്ടുള്ള നിയന്ത്രണമാണ്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലെ ദ്വീപ് എന്നതൊരു വേർതിരിവാണ്. അതായത് ബ്ലാക്ക് പീപ്പിൾ, വൈറ്റ് പീപ്പിൾ എന്നൊരു വേർതിരിവാണ് ദ്വീപ്. ആ ദ്വീപ് ആരുടെ ഇടയിലാണ്? വെള്ളക്കാരുടെ ഇടയിലാണ്. 300 വർഷം കടന്നു പോയിട്ടും രാജ്യം 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയിട്ടും ഈ ദ്വീപിൻ്റെ കഠിനമായ അതിരുകൾ എന്തായിട്ടില്ല, മാറിയിട്ടില്ല. അതായത് 20-ാം നൂറ്റാണ്ടിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിട്ടും വൈറ്റ് പീപ്പിളിൻ്റെ ബ്ലാക്ക് പീപ്പിളിനോടുള്ള മനോഭാവം എന്തായിട്ടില്ല, മാറിയിട്ടില്ല. ബ്ലാക്ക് പീപ്പിൾ അവരോടുള്ള വൈറ്റ് പീപ്പിളിൻ്റെ മനോഭാവം മാറും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്, അല്ലേ? ആ ഒരു പ്രതീക്ഷ അവർക്കുണ്ട്, അവരോടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ മാറും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ തിരമാലകളായി ദ്വീപിൽ വന്ന് എത്ര തട്ടിയിട്ടും എന്താവുന്നില്ല, അത് മാറുന്നില്ല. തേർഡ് പാരഗ്രാഫ് ഈ ദ്വീപിലെ കഠിനമായിട്ടുള്ള പാറമതിലുകൾ ബ്ലാക്ക് പീപ്പിളിനോടുള്ള വൈറ്റ് പീപ്പിളിൻ്റെ മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. അവർ ബ്ലാക്ക് പീപ്പിളിനോട് പറയുന്നത് നമ്മൾ ബഹുമാനം അർഹിക്കുന്നില്ല. അതായത് ബ്ലാക്ക് പീപ്പിൾ എന്ത് അർഹിക്കുന്നില്ല? ബഹുമാനം അർഹിക്കുന്നില്ല. നമ്മുടെ രീതിയിൽ സന്തോഷം നേടാൻ അവകാശമില്ല. അവരുടെ രീതിയിൽ സന്തോഷം അവർക്ക് നേടാൻ വേണ്ടി എന്തില്ല, അവകാശമില്ല. നമ്മുടെ പുരോഗതി അവർക്ക് അപമാനമായി തോന്നുന്നു. നമ്മുടെ പെരുമാറ്റം താഴ്ന്നവരെന്ന പരിധിയിൽ തന്നെ വേണം.
മറ്റുള്ളവരുടെ ആജ്ഞപ്രകാരം ജോലി ചെയ്യണം. പുരുഷത്വം കാണിച്ചാൽ ഉടൻ പണിഷ്മെൻറ്റ് ലഭിക്കും. ഇതൊക്കെയാണ് വൈറ്റ് പീപ്പിൾ ബ്ലാക്ക് പീപ്പിളിനോട് പറയുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 4th പാരഗ്രാഫ്. നമ്മളെപ്പോലെ കോടിക്കണക്കിന് ആളുകൾക്ക് ഇത്രയും കാലം അടിമത്തത്തിൽ കഴിയാൻ 100 വർഷം വളരെ വലിയൊരു കാലയളവാണ്. ഈ അടിമത്തത്തിൻ്റെ വേദന നമുക്കറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്കറിയാൻ കഴിയാത്തത്? കാരണം അവരുടെ വ്യക്തിത്വം തന്നെ ഈ ഒരു അടിമത്തത്തിൽ നിന്നിട്ട് മങ്ങിപ്പോയിരിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. അമേരിക്കയിലെ ബ്ലാക്ക് പീപ്പിളിൽ പകുതിയിലേറെ ആളുകളും കൃഷിപ്പണിക്കാരാണ്. അവരെന്താണ് ചെയ്യുന്നത്? കൃഷിപ്പണിയാണ് ചെയ്യുന്നത്. ആ ഒരു ബ്ലാക്ക് പീപ്പിളിൽ ഭൂരിഭാഗം ആളുകളും കൃഷിപ്പണിക്കാരാണ്. അവർക്ക് എന്തില്ല? സ്വന്തമായിട്ട് ഭൂമിയില്ല. അതിനാൽ അവർ ദിവസവേതന തൊഴിലാളികളാണ്. അവർ ദിവസം പൈസ കിട്ടുന്നതാണ് അല്ലേ? അവർ പണിയെടുത്ത് അന്നന്ന് വേതനം കിട്ടുന്നവരാണ് അവിടെയുള്ള ബ്ലാക്ക് പീപ്പിൾ. 6th പാരഗ്രാഫ്. നാം കൃഷി ചെയ്യുന്ന ഭൂമി വളരെ മനോഹരമാണ്. ഇനി അവിടുത്തെ ഭൂമിയെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അവർ കൃഷി ചെയ്യുന്ന ഭൂമി എന്താണ്? വളരെ മനോഹരമാണ് അല്ലേ? കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ചുവപ്പും തവിട്ട് നിറമുള്ള മണ്ണും പുതുമയുള്ള മണവും പൈൻ മരങ്ങളും ഈന്തപ്പനകളും കുന്നുകളും എല്ലാം അവിടെ ഉണ്ട്. ഇത് ഫലപുഷ്ടമായ ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്? മണ്ണിൻ്റെ നിറം പറയുന്നുണ്ട്, മണം പറയുന്നുണ്ട്, പൈൻ മരങ്ങളും ഈന്തപ്പനകളും കുന്നുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ നല്ല ഫലപുഷ്ടമുള്ള മണ്ണുള്ള ഭൂമിയാണ് അവരുടേത് എന്നാണ് പറയുന്നത്. ഇനി അവർ പറയുന്നത് ആ ഭൂമിയുടെ വടക്ക് ഭാഗത്ത് എന്താണുള്ളത്? വടക്ക് ഭാഗത്ത് പെൻസിൽവാനിയ, ഒഹായോ, ഇലിനോയിസ്, ഇൻഡിയാന. തെക്ക് നോക്കുകയാണെങ്കിൽ മെക്സിക്കൻ ഗൾഫ്, പടിഞ്ഞാറാണെങ്കിൽ മിസിസിപ്പി നദി, കിഴക്ക് അറ്റ്ലാന്റിക് കടൽ. ഈ പറഞ്ഞതിലൂടെ വായനക്കാർക്ക് ഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഇനി 7th പാരഗ്രാഫ്. തെക്കൻ പ്രദേശങ്ങളുടെ വേനൽക്കാലം നല്ല സുഖമുള്ള സൗണ്ടുകളും വളർച്ചയുടെ ദൃശ്യങ്ങളും നിറഞ്ഞിരിക്കുന്നു. ആപ്പിൾ കൊമ്പുകൾ പൂക്കളായി വിരിഞ്ഞിരിക്കുന്നു. ഹണിസക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ട്രീ ആണ്. ആ ഫ്ലവേഴ്സിൽ നിന്ന് ഗുഡ് സ്മെല്ലാണ് ആ ഫ്ലവേഴ്സിനുള്ളത്. അതെന്ത് ചെയ്തിരിക്കുന്നു? വീടുകളുടെ ചുമരുകൾക്ക് കീഴെ കയറി വളർന്നിരിക്കുന്നു. ചൂടുള്ള വയലുകളിൽ സൂര്യകാന്തി പൂക്കൾ തഴുകുന്നു. മരങ്ങളിൽ പച്ച ഇലകൾ വ്യാപിച്ച് ഭൂമിക്ക് നിഴലും തണലും നൽകുന്ന മേലാപ്പ് പോലെ കാണപ്പെട്ടു. കാറ്റിൽ ചെറിയ ആൺകുട്ടികളുടെ നീലയും പിങ്കും നിറത്തിലുള്ള പട്ടങ്ങൾ പറക്കുന്നു. 8th പാരഗ്രാഫ്. വേനൽക്കാലത്ത് അവിടെയുള്ള മംഗോളിയ മരങ്ങൾ ഗ്രാമത്തെ മധുരഗന്ധം കൊണ്ട് നിറയ്ക്കുന്നു. പകലുകൾ അലസമാണ്. ആകാശം മേഘങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് സൂര്യൻ എങ്ങനെയുള്ളതാണ്? കത്തുന്നതാണ്, അതായത് ജ്വലിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ചൂടാണ്. പൂമ്പാറ്റകൾ പറക്കുന്നുണ്ട്. പക്ഷികൾ എന്ത് ചെയ്യുന്നു? പറന്നു കളിക്കുന്നു. രാത്രിയായാലോ ആകാശത്ത് നക്ഷത്രങ്ങൾ മേലാപ്പ് പോലെയാണ് ഉള്ളത്. തവളകളുടെ ശബ്ദം ചില സമയങ്ങളൊക്കെ ചീവീടിൻ്റെ ശബ്ദത്തെ പോലും മറികടക്കുന്നു. 9th പാരഗ്രാഫ്. ശരത്കാലത്ത് ഭൂമി നിറങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. മരത്തിൽ നിന്ന് ചുവപ്പും തവിട്ടും നിറമുള്ള ഇലകൾ കാറ്റിൽ പറക്കുന്നുണ്ട്. അവ പുല്ലിലോ ചോളത്തണ്ടിലോ ഒക്കെ പോയി കുടുങ്ങി നിൽക്കുന്നു. പരുത്തി കൊയ്ത് അതിൽ നിന്ന് വിത്ത് വേർതിരിക്കുന്നു. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജീൻ. യാം എന്ന് പറഞ്ഞാൽ റൂട്ട് വെജിറ്റബിളാണ്. പിഗ്സിനെയൊക്കെ കൊന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തീ ഉണ്ടാക്കി അതിൽ നിന്നുണ്ടാകുന്ന പുകയിൽ വെച്ച് ഉണക്കുന്നു. ധാന്യം പൊടിച്ചിട്ട് മാവാക്കി മാറ്റുന്നു. സന്ധ്യാസമയത്ത് ആകാശം പക്ഷികളാൽ നിറഞ്ഞിരിക്കുന്നു. വവ്വാലുകൾ പറക്കുന്നു. രാത്രിയിൽ കാറ്റ് സ്വതന്ത്രമായി വീശുന്നു. 10th പാരഗ്രാഫ്. ശൈത്യകാലത്ത് മരം മുറിക്കാനായിട്ട് ഒരു ആയുധം ഉപയോഗിക്കുന്നുണ്ട്. ഒരു സ്റ്റീലിൻ്റെ ഒരു ആയുധം. അത് മരത്തിൽ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കാട്ടിലാകമാനം മുഴങ്ങുന്നു. നദികൾ ഒഴുകി കടലിലോ തുറമുഖങ്ങളിലോ വന്ന് ചേരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. വസന്തം, വേനൽ, ശരത്കാലം, ശൈത്യകാലം എല്ലാം വേഗത്തിൽ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. 12th പാരഗ്രാഫ്. ടൊബാക്കോ, കരിമ്പ്, നെല്ല്, പഞ്ഞി എന്നീ തോട്ടങ്ങളിൽ
ബ്ലാക്ക് പീപ്പിൾ ജീവിക്കുന്ന ജീവിതത്തെ ചിത്രീകരിക്കുക എന്നത് വലിയ കലാകാരന്മാരോട് മത്സരിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ബ്ലാക്ക് പീപ്പിൾ ജീവിക്കുന്നത് ഭൂമിയുടെ യജമാനന്മാരെ പേടിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്, അല്ലേ? യജമാനന്മാർ പറയുന്നതൊക്കെ അനുസരിച്ചിട്ടുള്ള ജീവിതമാണ് ബ്ലാക്ക് പീപ്പിൾസിൻ്റേത്. വൈറ്റ് പീപ്പിൾസിനെ കണ്ടാൽ കുനിഞ്ഞും പുഞ്ചിരിച്ചും നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ബ്ലാക്ക് പീപ്പിളിനുള്ളത്, അല്ലേ? അവർ വരുന്ന വഴിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിൽക്കാൻ പാടില്ല, ബഹുമാനത്തോടു കൂടി മാത്രമേ അവരോട് പെരുമാറാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അടിമത്വം പഠിച്ചിട്ടുണ്ട്, അല്ലേ? സ്ലേവറി, അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത്, സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ഈ ബ്ലാക്ക് പീപ്പിൾ എന്ത് ചെയ്യണം? പണി ചെയ്യണം. ബ്ലാക്ക് പീപ്പിൾ താമസിക്കുന്നത് എങ്ങനെയുള്ള വീടുകളിലാണ്? മണ്ണ് കൊണ്ടുണ്ടാക്കിയതും മരം കൊണ്ടുണ്ടാക്കിയതും ഒക്കെയായ ഉറപ്പില്ലാത്ത വീടുകളിലാണ് ആര് താമസിക്കുന്നത്? ബ്ലാക്ക് പീപ്പിൾ താമസിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. ബ്ലാക്ക് പീപ്പിളിൻ്റെ ജീവിതം എന്താണ്? വ്യത്യസ്തമാണല്ലേ? കാരണം എന്താണ്? അവർക്കൊരാഗ്രഹം തോന്നുമ്പോൾ അത് നടത്താൻ കഴിയുമോ എന്ന് അവർ സ്വയം അവരോട് തന്നെ എന്ത് ചെയ്യും? ചോദിച്ചു നോക്കും. അവരൊരാഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് നടത്താൻ പറ്റുമോ? അവരവരോട് തന്നെ അത് നമ്മൾ മനസ്സിൽ ചോദിക്കും. കൂടാതെ വൈറ്റ് പീപ്പിൾ അവരുടെ ആഗ്രഹം നടത്താൻ അനുവാദം തരുമോ? അവർക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അവരാദ്യം എന്താ മനസ്സിൽ ചോദിക്കും. എന്നിട്ട് എന്തുകൂടി ചോദിക്കും? വൈറ്റ് പീപ്പിൾസ് ഞങ്ങളുടെ ആഗ്രഹം നടത്താൻ, അല്ലേ, അനുവദിക്കുമോ? ബ്ലാക്ക് പീപ്പിൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് വൈറ്റ് പീപ്പിളിൻ്റെ മനസ്സിലേക്ക് നോക്കേണ്ടി വരുന്നു. അതിപ്പോൾ പറഞ്ഞത് തന്നെ, അനുവാദം തരുമോ എന്ന് അവർ ചിന്തിക്കും ബ്ലാക്ക് പീപ്പിൾ. അത് എന്താണ് ഇവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്വന്തമായിട്ട് തീരുമാനം പോലും എടുക്കാനുള്ള അവകാശം ആർക്കില്ല? ബ്ലാക്ക് പീപ്പിളിന് ഇല്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. ബ്ലാക്ക് പീപ്പിളിന് മുകളിൽ 3 വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. ഒന്നാമതായി ഭൂമിയുടെ യജമാനന്മാർ, രണ്ടാമത് വ്യവസായ ഉടമകൾ, മൂന്നാമതായിട്ട് ദാരിദ്ര്യ വെള്ളക്കാരായ തൊഴിലാളികൾ. അങ്ങനെ 3 വിഭാഗങ്ങൾ ഈ ബ്ലാക്ക് പീപ്പിളിൻ്റെ മുകളിലായിട്ട് ഉണ്ട്. ഭൂമിയുടെ യജമാനന്മാർ തോട്ടങ്ങളെയും ഞങ്ങളെയും നിയന്ത്രിക്കുന്നു. വ്യവസായ ഉടമകൾ ഭൂമിയുടെ യജമാനന്മാർക്ക് പണം കൊടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇവർ ഭൂമിയുടെ യജമാനന്മാരിൽ നിന്നും ലാഭം നേടുന്നു. ഭൂമിയുടെ യജമാനന്മാർ ദരിദ്ര വെള്ളക്കാരെയും ബ്ലാക്ക് പീപ്പിളിനെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ബ്ലാക്ക് പീപ്പിളിൻ്റെ ഈ അവസ്ഥയ്ക്ക് പുറകിൽ വലിയൊരു ചരിത്രമുണ്ട്. അടിമത്തം നിർത്തലാക്കാനുള്ള നിയമം വന്നപ്പോൾ ഏകദേശം 40 ലക്ഷം ബ്ലാക്ക് പീപ്പിൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. 250 വർഷത്തെ അടിമത്തം ബ്ലാക്ക് പീപ്പിളിൻ്റെ ജീവിതം തകർത്തിരുന്നു. ബ്ലാക്ക് പീപ്പിളിന് അവരുടെ ഭാര്യയെയും മക്കളെയും ഒക്കെയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പീപ്പിൾ എന്ത് ചെയ്തു? അവരെ മുൻപ് അടിമയാക്കി വച്ചിരുന്ന യജമാനന്മാരുടെ അടുത്ത് പോയിട്ട് ജോലി എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. അതുമൂലം അവരുടെ ജീവിതത്തിൽ പുതിയ തരത്തിലുള്ള അടിമത്തം ആരംഭിച്ചു. അതിനെയാണ് പങ്ക് കൃഷി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഫ്രീഡം കിട്ടിയത് കൊണ്ട് ബ്ലാക്ക് പീപ്പിളിൽ കുറച്ച് ആളുകൾ ലക്ഷ്യമില്ലാതെ അലയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരുടെ ആകെയുള്ള ആവശ്യം വയറ് നിറയ്ക്കണം, നല്ല രീതിയിലൊന്ന് ജീവിക്കണം, അത് മാത്രമായിരുന്നു. 100 കണക്കിന് വർഷങ്ങളോളം അവർ പഞ്ഞിത്തോട്ടങ്ങളിൽ മാത്രം ജീവിച്ചതിനാൽ കുടുംബം, വീട്, സമൂഹം, പുരോഗതി എന്നിവയെക്കുറിച്ചുള്ള ബോധം ബ്ലാക്ക് പീപ്പിളിൽ പലർക്കും ഉണ്ടായിരുന്നില്ല. അടിമത്തം നിർത്തലാക്കിയ ശേഷം അവർ സ്വതന്ത്രരായി എന്ന് വിശ്വസിക്കാൻ തന്നെ അവർക്ക് എന്തായിരുന്നു? ഒരു ബുദ്ധിമുട്ടായിരുന്നു. അവർ ഫ്രീ ആയി എന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്രയും കാലം അടിമകളായിട്ട് ജീവിച്ചതുകൊണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നെക്സ്റ്റ് പാരഗ്രാഫ്. 1890 പല വൈറ്റ് പീപ്പിളും ബ്ലാക്ക് പീപ്പിളിനോട് പറഞ്ഞു ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പീപ്പിൾസിന് കഴിയില്ലെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ബ്ലാക്ക് പീപ്പിൾസ് അവിടം വിട്ടിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങി. നാച്ചസ് മുതൽ ന്യൂ ഓർലീൻസ് വരെയും പിന്നെ മൊബൈൽ മുതൽ മോൺഗോമറി വരെ അങ്ങനെ പല നഗരത്തിലും ആയിട്ട് അവർ സഞ്ചരിച്ചു. അവർ മരമില്ലുകളിലും റോഡ് പണികളും ഒക്കെ ചെയ്തു. അങ്ങനെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 10 വർഷങ്ങളിൽ 17.5 ലക്ഷം ബ്ലാക്ക് പീപ്പിള് അവർ ജനിച്ചു വളർന്ന തോട്ടങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി. 1 ലക്ഷത്തിലധികം ആളുകൾ
തെക്കൻ സംസ്ഥാനങ്ങളിലേക്കും മറ്റുള്ളവർ വടക്കോട്ടുള്ള സംസ്ഥാനങ്ങളിലേക്കും പോയി. നെക്സ്റ്റ് പാരഗ്രാഫ്. ഫ്രീഡം കിട്ടിയതിൻ്റെ ആദ്യ സമയങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും ജീവിക്കാനൊക്കെ എളുപ്പമായിരുന്നു. പല സ്ത്രീകളും യജമാനന്മാരുടെ വലിയ വീടുകളിൽ ജോലി ചെയ്തു. അവർ അവിടെ ചെയ്തിരുന്നത് പാചകം, കുട്ടികളെ നോക്കൽ തുടങ്ങിയ ജോലികളായിരുന്നു. സ്ലേവറി ഉള്ള കാലത്ത് സ്ത്രീകളെ യജമാനന്മാർ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു. യജമാനന്മാരുടെ വീടുകളിൽ ജോലി ചെയ്ത സ്ത്രീകൾക്ക് പ്രായമാവുമ്പോൾ യജമാനൻ്റെ വീട്ടിൽ കുട്ടികളെ നോക്കി വളർത്തിക്കഴിയാനുള്ള അനുവാദവും ലഭിച്ചു. അവരെ മമ്മി എന്ന് വിളിച്ചു. പുരുഷന്മാർ സ്വതന്ത്രരായി ജോലികൾ ചെയ്ത് നഗരങ്ങളിലേക്ക് പോകുമ്പോൾ അവർ അവരുടെ കുടുംബത്തിൻ്റെ തലവന്മാരായി മാറി. നെക്സ്റ്റ് പാരഗ്രാഫ്. സൗത്തിലെ സാമ്പത്തികവും രാഷ്ട്രീയവും ഒന്നും ബ്ലാക്ക് പീപ്പിളിന് അവകാശപ്പെട്ടതല്ല. ബാങ്കുകൾ, ഇരുമ്പ്, സ്റ്റീൽ മിൽ, റെയിൽ റോഡ്സ്, ഓഫീസ് ബിൽഡിംഗ്, ഷിപ്സ്, പവർ പ്ലാന്റ്സ് ഇതൊന്നും ബ്ലാക്ക് പീപ്പിളിന് സ്വന്തമല്ല. ബ്ലാക്ക് പീപ്പിളിന് ആകെ അവകാശമുള്ളത് ചെറിയ വ്യാപാര സ്ഥാപനങ്ങളാണ്. അതായത് ചെറിയ ഗ്രോസറി ഷോപ്പ്, ബാർബർ ഷോപ്പ്, റൂമിംഗ് ഹൗസസ്, ബറിയൽ സൊസൈറ്റീസ് ഇതൊക്കെയാണ് സൗത്തിൻ്റെ പ്രധാന വ്യവസായങ്ങൾ. ഖനനം, ടെക്സ്റ്റൈൽ, ഓയിൽ, ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിക് പവർ ഇവയൊക്കെയാണ്. മഴ മാറി മണ്ണ് കൃഷിക്ക് തയ്യാറായി കഴിഞ്ഞാൽ ബ്ലാക്ക് പീപ്പിൾസ് എന്ത് ചെയ്യും? പ്രഭുക്കന്മാരുടെ അടുത്തേക്ക് പോകും. എന്തിനാണ് പോകുന്നത്? കൃഷിക്ക് വേണ്ടിയിട്ട്, കൃഷി ചെയ്യാൻ ആവശ്യമായ ഭൂമിക്ക് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. ഭൂമി ഉടമയോടൊപ്പം വാമൊഴിയായിട്ട് അവരൊരു കരാറ് ഉറപ്പിക്കും. ആ കരാറ് പ്രകാരം അവർ കൃഷി ചെയ്യുന്നതിൽ പകുതി വിളവ് മാർക്ക് കൊടുക്കണം, പ്രഭുക്കന്മാർക്ക് കൊടുക്കണം. ബാക്കി പകുതി മാത്രമേ ബ്ലാക്ക് പീപ്പിൾസിന് എടുക്കാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും കർഷകർ എന്തിലാണ്? കടത്തിലാണ്. കാരണം എന്താണ്? വിത്തും ഉപകരണങ്ങളും ഒക്കെ അവർ വായ്പയായിട്ടാണ് എടുക്കുന്നത്. അതും നല്ല പലിശയിൽ ആണ് അവരതൊക്കെ വായ്പയ്ക്ക് എടുക്കുന്നത്. ഇത് വീണ്ടും അവരെ വലിയ കടത്തിലാക്കുന്നു. കടങ്ങൾ പൂർണ്ണമായി അടക്കാതെ നഗരത്തിലേക്ക് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വൈറ്റ് പീപ്പിൾസിൻ്റെ പോലീസുകാർ വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് പണിഷ്മെൻറ്റ് കൊടുക്കും. നെക്സ്റ്റ് പാരഗ്രാഫ്. തലമുറകളായിട്ട് കൃഷി ചെയ്ത് ഫലപുഷ്ടതയൊക്കെ കുറഞ്ഞ മണ്ണായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഈ മണ്ണ് എന്ത് ചെയ്യും? ഭൂപ്രഭുക്കന്മാർ ബ്ലാക്ക് പീപ്പിളിന് 10-15 ഏക്കർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇവർ തന്നെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഒക്കെ കടായിട്ട് കൊടുക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, വായ്പാ നിരക്കിൽ കൊടുക്കും. വലിയ പലിശയൊക്കെ ഈടാക്കിയിട്ടാണ് ഇവർ ഇങ്ങനെ കൊടുക്കുന്നത്. കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിഞ്ഞാൽ അത് വിറ്റ് കിട്ടുന്ന പണത്തിൽ വലിയൊരു ഭാഗവും ആർക്ക് തന്നെ കൊടുക്കണം? ഈ പ്രഭുക്കന്മാർക്ക് കൊടുക്കണം. ഓൾറെഡി കരാറ് പ്രകാരം പകുതി വിളവും കൊടുക്കണം. പിന്നെ ഇവർ ഈ കൊടുക്കുന്ന ആയുധങ്ങൾ അല്ലേ, മണ്ണ് കിളക്കാനുള്ളതും വിത്തും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? ഇവർ വായ്പയായിട്ട് വാങ്ങിയതുകൊണ്ട് തന്നെ അതിന് പലിശ കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത്? പിന്നെയും നമ്മുടെ കൃഷിക്കാർ ബ്ലാക്ക് പീപ്പിൾസ് കടത്തിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്കൊരിക്കലും ഈ കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവരൊരിക്കലും അതിൽ നിന്ന് മോചിതരാവുന്നില്ല. കടക്കെണിയിൽ തന്നെ കെണിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഈ ഭാഗത്തിലെ ക്വീൻ കോട്ടൺ എന്ന പ്രതീകത്തിലൂടെ പരുത്തിയുടെ അധികാരവും ക്രൂരതയുമാണ് എഴുത്തുകാരൻ വരച്ചു കാട്ടുന്നത്. പരുത്തി ഒരു രാജാവല്ല, മറിച്ച് ഒരിക്കലും തൃപ്തിയാകാത്ത, സ്വയം നാശത്തിലേക്ക് നയിക്കുന്ന ഒരു അധികാരവതിയായ രാജ്ഞിയായിട്ടാണ് അദ്ദേഹം ഇവിടെ കോട്ടനെ പറയുന്നത്. ലോകത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ അവൾ നിരന്തരം പരുത്തി ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യരെ നിർബന്ധിക്കുന്നു. ബ്ലാക്ക് പീപ്പിൾ ഭൂമിയുടെ ഉടമകളെ പോഷിപ്പിക്കാൻ മാത്രമല്ല, ലോകത്തെ മുഴുവൻ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പരുത്തി കൃഷി ചെയ്തത്. പരുത്തി പണമാക്കുകയും പണം അധികാരം നൽകുകയും ചെയ്തു. അതിനാൽ അടിമത്വം അത്യന്തം ക്രൂരമായി മാറി. ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ ഭൂമി പരുത്തിക്കായി കൃഷി ചെയ്യാൻ ഉത്തരവിട്ടു. വീടുകളുടെ വാതിൽപ്പടി വരെ പരുത്തി കൃഷി വ്യാപിച്ചു. അങ്ങനെ ക്വീൻ കോട്ടൺ എന്ന ആചാരം ക്രൂരവും മനുഷ്യദ്രോഹവുമായി മാറിയതെങ്ങനെയാണെന്ന് എഴുത്തുകാരൻ വ്യക്തമാക്കുന്നു.